നമസ്കാരം. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ ചിരി വരും, ചിലപ്പോൾ കരച്ചിൽ വരും, ചിലപ്പോൾ കൗതുകം തോന്നും, ചിലപ്പോൾ വളരെ രസകരമായിട്ട് തോന്നും, ചിലപ്പോൾ അത്ഭുതം തോന്നും. അതാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ജീവിതം. നമ്മൾ വാർത്താമാധ്യമങ്ങളിലൊക്കെ പല വാർത്തകളും കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന പലതരത്തിലുള്ള വികാര വിക്ഷോഭങ്ങൾ, നേരത്തെ പറഞ്ഞതുപോലെ അത് പല രീതിയിൽ ഇങ്ങനെ പുറത്തു വരും എന്നുള്ളതാണ്. ഇവിടെ ഇതൊക്കെ നടക്കുമോ പ്രബുദ്ധ കേരളത്തിൽ, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നല്ലോ എന്ന് ആലോചിച്ച് നമുക്കൊരു വേള അല്പം വിഷമിക്കേണ്ടി കൂടി വരും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. എന്തൊക്കെ വന്നാലും ശരി, എം.ആർ. അജിത് കുമാർ ട്രാക്ടറിൽ കയറി സഞ്ചരിച്ചതാണ് ഇപ്പോൾ വലിയ പ്രശ്നം, പ്രതിസന്ധി. എം.ആർ. അജിത് കുമാർ എന്ന ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ട്രാക്ടറിൽ കയറി സഞ്ചരിച്ചു. അപ്പോൾ വി.എസ്. അച്യുതാനന്ദൻ പണ്ട് നടന്നു കയറിയതും വീര ഇതിഹാസ കഥകളൊക്കെ തന്നെ മുഴക്കിക്കൊണ്ട് പല പോസ്റ്റുകൾ കണ്ടു. എം.ആർ. അജിത് കുമാർ ഒരു കാലത്ത് വളരെയധികം സർക്കാരിന്റെ വിശ്വസ്തനായിരുന്നു, മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളായിരുന്നു അദ്ദേഹം. എത്ര പെട്ടെന്ന് ആണ് അനഭിമതനായി മാറിയത്, അല്ലെങ്കിൽ മാറിയോ എന്ന് നമുക്ക് ഇപ്പോഴും സംശയമാണ്. ADGP അജിത് കുമാറിനെ വെറുതെ വേട്ടയാടുന്നു എന്നൊരു തോന്നലാണ് പലപ്പോഴും ഉണ്ടാകുന്നത് എന്ന് നമ്മുടെ ഒരു സുഹൃത്ത് എഴുതിയിരിക്കുന്നു. ബിന്ദു അമ്മിണിയെയും കനകദുർഗയെയും VIP പരിഗണനയോടെ സന്നിധാനത്തേക്ക് ആനയിച്ചത് ന്യായീകരിച്ച മാധ്യമങ്ങളും അതുപോലെയുള്ള ചില സംഘടനകളുമൊക്കെ ഇപ്പോൾ അവർ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഈ അജിത് കുമാറിനെതിരെ പറയുന്നത് കേട്ടാൽ നമുക്ക് ചിരി വരും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പലതരത്തിലുള്ള വികാരങ്ങൾ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടേയിരിക്കും. ADGPയെ ട്രാക്ടറിൽ കയറ്റി സന്നിധാനത്ത് എത്തിച്ചു എന്നും VIP പരിഗണന നൽകിയെന്നും ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുമൊക്കെയാണ് കണ്ടെത്തൽ. ഈ ട്രാക്ടർ പോകുന്ന വഴിയല്ല ആൾക്കാർ, ഭക്തർ നടന്നു പോകുന്നത്, അല്ലെങ്കിൽ മല കയറി പോകുന്നത് എന്നുള്ള സ്വാഭാവികമായ കാര്യം പോലും അറിയാത്തവരാണെന്ന് തോന്നുന്നു ഇത്തരത്തിൽ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. സന്നിധാനത്ത് തൊഴാൻ നിന്ന ഭക്തന്മാരെ ദേഹോപദ്രവം ചെയ്ത ദേവസ്വം ജീവനക്കാരൻ ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട്. അയാളുടെ പേര് അരുൺ എന്നാണ്. അദ്ദേഹം തിരുവനന്തപുരം മണക്കാട് സ്വദേശിയാണ്. കഴുത്തിന് പിടിച്ച് തള്ളുന്നത് നമ്മൾ കണ്ടില്ലേ, വിഷ്വൽ ഇപ്പോഴും കാണും, യൂട്യൂബിലൊക്കെ കാണും. അപ്പം ആ മനുഷ്യൻ CPM-ന്റെ ഒരു സംഘടനാ പ്രവർത്തകനാണ്. അയാൾ ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഭക്തന്മാരെ അവഹേളിച്ച, അല്ലെങ്കിൽ ഭക്തന്മാരുടെ ആചാരങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ സ്ത്രീകൾ അടക്കമുള്ള ആളുകൾ, അവർക്ക് പരവതാനി ഒരുക്കിയ സംവിധാനങ്ങൾ നമ്മൾ ശബരിമല വിഷയത്തിൽ കണ്ടു. അതിനുശേഷമാണ് ഈ ജീവനക്കാരൻ ഭക്തരുടെ കഴുത്തിന് പിടിച്ച് തള്ളുന്ന രംഗമുണ്ടായത്. അവർക്കൊക്കെ വീരപരിവേഷം കൊടുക്കുമ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ട്രാക്ടറിൽ കയറി സഞ്ചരിച്ചു എന്നത് അതൊരു മോശം കാര്യമാകുന്നത് എങ്ങനെ, ഒരു കുറ്റമാകുന്നത് എങ്ങനെ എന്ന സ്വാഭാവികമായ ചോദ്യം ഉയരും. സ്ത്രീകളെ ശബരിമലയിലേക്ക് കയറ്റാൻ പിണറായിയുടെ പോലീസ് ഭക്തന്മാരെ തല്ലിച്ചതച്ചതും കള്ളക്കേസ് എടുത്തതും ഇപ്പോഴും പലരുടെയും പേരിൽ കേസുണ്ട്. കള്ളക്കേസ് എടുത്തതും കാണാതെ പോയ മാധ്യമങ്ങളും അതുപോലെ തന്നെ ചില സംഘടനകളും ADGPക്കെതിരെ ഇങ്ങനെ നിലവിളിക്കുന്നത് കേൾക്കുമ്പോൾ എന്താണ് തോന്നുന്നത്, അല്ലെങ്കിൽ തന്നെ ഏത് ക്ഷേത്രത്തിലാണ് VIP പരിഗണന ഇല്ലാത്തത് എന്നുള്ള കാര്യം കൂടി ഈ എഴുതിയ വ്യക്തി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അല്ല, ഈ VIP പരിഗണന എല്ലാ ക്ഷേത്രത്തിലും ഉണ്ട്. ഗുരുവായൂർ കരുണാകരൻ മുതൽ എത്ര പ്രധാനപ്പെട്ട ആൾക്കാർ വന്നാലും കരുണാകരൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കരുണാകരന് ഒരു VIP പരിഗണനയുണ്ട്. ശബരിമലയിൽ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ആളുകൾ വന്നാൽ, ബിസിനസ്സുകാർ വന്നാൽ, അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കൾ വന്നു കഴിഞ്ഞാൽ, നേരത്തെ K. രാധാകൃഷ്ണൻ പോലെ കൈകൂപ്പാത്ത രാഷ്ട്രീയ നേതാക്കളും മന്ത്രിമാരും വന്നാലും, അല്ലെങ്കിൽ അവിടെ സിനിമാ നടന്മാരും നടിമാരും വന്നാലും ഒക്കെ തന്നെ വലിയ VIP പരിഗണനയുണ്ട്. അപ്പം എം.ആർ. അജിത് കുമാർ ട്രാക്കിൽ കയറി സന്നിധാനത്ത് പോയി, അത് ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന് പറയുന്നതിന് പിന്നിലെ, എന്ന് ആരോപണം ഉന്നയിക്കുന്നതിന് പിന്നിലെ ചേതോ വികാരം മനസ്സിലാകുന്നില്ല. ഈ എഴുത്തിൽ ആദ്യം സൂചിപ്പിച്ചതുപോലെ ബിന്ദു അമ്മിണിയും കനകദുർഗയും കയറ്റാൻ അവർക്ക് VIP പരിഗണന കൊടുത്ത് അവരെ തലയിൽ ചുമന്നു കൊണ്ടുവന്ന, രഹന ഫാത്തിമ അടക്കം തലയിൽ ചുമന്നു കൊണ്ടുവന്ന സംവിധാനങ്ങൾ ഇവിടെ നിലവിൽ ഉള്ളപ്പോൾ, അല്ലെങ്കിൽ വളരെ അടുത്ത് നിലവിൽ വന്നപ്പോൾ, ഇവിടെ എല്ലാ ആചാരങ്ങളെയും തട്ടിമാറ്റിക്കൊണ്ട് ശബരിമലയെ ഒരു വലിയ കലാപഭൂമിയാക്കി മാറ്റാൻ ശ്രമിച്ചവർ അവരൊക്കെ തന്നെ ഇന്നും പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, പാവം പിടിച്ച ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ, ADGPക്കെതിരെ ഇങ്ങനെയുള്ള ന്യായവാദങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കുന്നത് കേൾക്കുമ്പോൾ എന്താണ് തോന്നുന്നത്, എന്താണ് തോന്നേണ്ടത്? ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും
മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.